ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാമത്തെ യൂണിറ്റ് ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫുൾ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആൻ ഏൻഷ്യൻ ടൗൺ ഇൻ ദ 2nd century BC. 2nd century BCയിലുള്ള ഒരു പഴയ ഒരു ടൗണിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. The people are celebrating the day of the marriage procession of their prince who got married to the beautiful princess of the neighboring country. അവിടുത്തെ ജനങ്ങളൊക്കെ മാരേജ് പ്രൊസിഷൻ ഓഫ് ദ പ്രിൻസ്, അവിടുത്തെ പ്രിൻസിന്റെ മാരേജിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് കേട്ടോ. ഹു ഗോട്ട് മാരീഡ് ടു ദ ബ്യൂട്ടിഫുൾ പ്രിൻസസ് ഓഫ് ദി നൈബറിംഗ് കൺട്രി. അവിടെ തൊട്ടടുത്ത നൈബറിംഗ് കൺട്രിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രിൻസസിനെയാണ് ഈ ഒരു പ്രിൻസ് കല്യാണം കഴിച്ചിട്ടുള്ളത്. പീപ്പിൾ ക്രൗഡഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി റോയൽ പാത്ത് ടു വെൽക്കം പ്രിൻസ്. രണ്ട് സൈഡിലും, ഈ ഒരു റോയൽ പാത്തിന്റെ രണ്ട് സൈഡിലും ആളുകൾ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. Rather than seeing the princess, all of them were curiously viewing the princess' wedding gift, a huge golden statue with human head on a horse's body. അപ്പോൾ പ്രിൻസസിനെ കാണുന്നതിനേക്കാളും ആളുകൾ എന്തായിരുന്നു ക്യൂരിയസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്? ഈ ഒരു രാജകുമാരന് കിട്ടിയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് ഗിഫ്റ്റ് ആയിരുന്നു. എന്താണ് ആ ഗിഫ്റ്റ്? എ ഹ്യൂജ് ഗോൾഡൻ സ്റ്റാച്യു. ഒരു സ്റ്റാച്യു ആയിരുന്നു. അതിന് ഹ്യൂമൻ ഹെഡ് ആണ്, അതുപോലെ തന്നെ ഹോഴ്സിന്റെ ബോഡിയാണ്. ബട്ട് ദ ജോയ്ഫുൾ ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. പക്ഷെ ഈ ഒരു സന്തോഷമൊന്നും അധികം കാലം ഉണ്ടായില്ല. ദി ടൗൺ വാസ് സ്ട്രക്ക് ബൈ സിവിയർ ഡ്രോട്ട്. ആ ഒരു ടൗണിൽ വരൾച്ച, അതിഗംഭീരമായിട്ടുള്ള വരൾച്ച ഉണ്ടാവാൻ തുടങ്ങി. ടു നോ ദ റീസൺ ഫോർ ദി ഡ്രോട്ട് and to prescribe remedy, the king assembled all the great astrologers of the land. ആ ഒരു ഡ്രോട്ടിന്റെ, വരൾച്ചയുടെ കാരണം അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടും രാജാവ് ആ ഒരു രാജ്യത്തെ എല്ലാ ആസ്ട്രോളജേഴ്സ്, അതായത് വാനനിരീക്ഷകരുണ്ടല്ലോ, ആസ്ട്രോളജേഴ്സ് ഒക്കെ, അവരെ വിളിച്ചു വരുത്തി. Their finding was that the drought was brought by the prince's wedding gift, the golden statue. അപ്പോൾ ആ രാജ്യത്ത് ആ ഡ്രോട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ? ആ പ്രിൻസിന്റെ ആ ഒരു വെഡ്ഡിംഗ് ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഗോൾഡൻ സ്റ്റാച്യു കൊണ്ടുവന്നതിന് ശേഷമാണ് അവിടെ ആ ഒരു ഡ്രോട്ട് ഉണ്ടായത് എന്നാണ് പറയുന്നത്. To remedy the situation, they recommended the golden statue to be thrown from the edge of the earth. അപ്പോൾ ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട്, ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് അവർ എന്താണ് റെക്കമെൻഡ് ചെയ്തത്? ആ ഗോൾഡൻ സ്റ്റാച്യു ഭൂമിയുടെ ഏറ്റവും അറ്റത്ത് നിന്നും ത്രോ ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് ഈ ആസ്ട്രോളജേഴ്സ് കൊടുത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോറി വായിച്ചു അല്ലേ? Haven't you read the story? Do you think they could throw the statue from the edge of the earth? ആ ഒരു എർത്തിന്റെ, ഭൂമിയുടെ ആ ഒരു എഡ്ജിൽ നിന്നും ആ സ്റ്റാച്യു ഇടാൻ പറ്റുമോ? For a long time the earth was believed to be flat. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു എഡ്ജിന്ന് കൊണ്ടിടാൻ പറഞ്ഞത്? പണ്ട് കാലത്തൊക്കെ earth was believed to be flat. ഭൂമി പരന്നതാണ് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. The concepts related to the shape of the earth were confusing right from the ancient time. അതായത് ഈ ഒരു ഷേപ്പ്, എർത്തിന്റെ ഷേപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. ആദ്യകാലത്ത് പല പല അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. Quite often the stories then prevalent about the shape of the earth were highly imaginative and interesting. ഒരുപാട് സ്റ്റോറീസ് വന്നിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ ഭയങ്കര ഇമാജിനേറ്റീവ് ആണ്, അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ്, കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു ബിലീഫ്സ് നോക്കാം. The concept of the spherical earth was put forward by the Greek philosopher Thales in the 7th century BCE. However, he believed that this sphere floated on water. അപ്പോൾ ആദ്യം സ്ഫെരിക്കൽ എർത്ത് എന്ന കോൺസെപ്റ്റ്, അതായത് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഫിലോസഫർ, അല്ലെ, ഗ്രീക്ക് ഫിലോസഫർ തേൽസ് ആണ്. 7th century BCEയിലാണ് ഈ ഒരു കൺസെപ്റ്റ് വന്നത്. പക്ഷേ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നത് ഇത് ഫ്ലോട്ടഡ് ഓൺ വാട്ടർ, വെള്ളത്തിലാണ് ഈ ഒരു എർത്ത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് അവർ ബിലീവ് ചെയ്തത്.
The Greek philosopher Pythagoras and Aristotle established that the earth is spherical in shape. അവിടുത്തെ ഗ്രീക്ക് ഫിലോസഫേഴ്സും അതുപോലെ തന്നെ പൈത്തഗോറസും ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പൈത്തഗോറസും അരിസ്റ്റോട്ടലും ഒക്കെ എന്താണ് പറഞ്ഞിരുന്നത്? എർത്ത് എന്ന് പറഞ്ഞാൽ സ്പെരിക്കൽ ഇൻ ഷേപ്പ് ആണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. The period say numerous opposition against this view. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂവിന് എതിരായിട്ട് കുറേ ഓപ്പോസിഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. Later, Copernicus strongly supported this concept. അതിനുശേഷം കോപ്പർനിക്കസ് ആണ് ഈ ഒരു കോൺസെപ്റ്റിനെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തത്. അടുത്ത നോക്കാം, ആര്യഭട്ട ദ ഇന്ത്യൻ ആസ്ട്രോണമർ strongly believed the shape of the earth to be spherical and it spins on its own imaginary axis. അപ്പോൾ ആര്യഭട്ട എന്ന ഇന്ത്യൻ ആസ്ട്രോണമർ ആണ് ഈ ഒരു ഷേപ്പ്, എർത്തിന്റെ ഷേപ്പ് സ്പെരിക്കൽ ആണ്, റൗണ്ട് ആണ് എന്ന് പറഞ്ഞതും അതിന്റെ ഒരു ഇമാജിനറി ആക്സിസിൽ അതിങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതും ആരാണ്? ആര്യഭട്ട, ഇന്ത്യൻ ആസ്ട്രോണമർ ആണ് അത് പറഞ്ഞത്. Years later, Magellan's voyage around the world proved that the earth is spherical. അതിനുശേഷം മെഗല്ലൻ എന്ന് പറഞ്ഞ ഒരു യാത്രികൻ, വോയേജ്, ട്രാവലർ, ഓക്കെ, ആ ഒരു യാത്ര റൗണ്ട് ദ വേൾഡിന് ചുറ്റുമുള്ള ആ ഒരു യാത്രയിലാണ് എർത്ത് സ്പെരിക്കൽ ആണ് എന്ന് പ്രൂവ് ചെയ്തത്. Sir Isaac Newton proved that the earth is not truly spherical in shape but slightly flattened at the poles and bulged in the middle. അപ്പോൾ ഐസക് ന്യൂട്ടൺ എന്താണ് പറഞ്ഞത്? എർത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉരുണ്ടതൊന്നുമല്ല, പക്ഷേ ഒരു പോൾസ് എത്തുമ്പോൾ അതൊന്ന് ഒരു ചെറിയ ചെരിവും നടുവിലൊരു ബൾജും, അതായത് ഒരു ഉരുണ്ടിട്ടുമാണ് എന്നാണ് സർ ഐസക് ന്യൂട്ടൺ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എർത്തിന്റെ ഷേപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബിലീവ്സ്, വിശ്വാസങ്ങള്. വിശ്വാസം മുതൽ യാഥാർത്ഥ്യം വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. The spherical shape of the earth, which is slightly flattened at the poles and bulged at the equator, is known as geoid. അപ്പൊ ഈ ഒരു സ്പെരിക്കൽ ഷേപ്പ്, എർത്തിന്റെ ആ ഒരു സ്പെരിക്കൽ ഷേപ്പ് പോൾസിന് എത്തുമ്പോൾ, അതായത് മുകളിലും താഴെയും എത്തുമ്പോൾ അതൊരു ഫ്ലാറ്റൻഡ്, ഒരു ചെരിഞ്ഞ പോലെയും, നടുവിലെത്തുമ്പോൾ ഇക്വേറ്ററിന്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അതൊരു ബൾജ്, ഒന്നിങ്ങനെ വീർത്ത് വരുന്ന ആ ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ജിയോയിഡ്. ഓക്കെ, ദ വേർഡ് ജിയോയിഡ് മീൻസ് എർത്ത് ഷേപ്ഡ്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് ഷേപ്ഡ്, എർത്തിന്റെ ഷേപ്പ് എന്നുള്ള ആ ഒരു അർത്ഥമാണ് ജിയോയിഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. തെയിൽസ്, പൈത്തഗോറസ്, അരിസ്റ്റോട്ടിൽ, ആര്യഭട്ട, മെഗല്ലൻ, സർ ഐസക് ന്യൂട്ടൺ. അപ്പൊ ഇത്രയും പേരാണ് നമ്മളുടെ എർത്തിന്റെ ഷേപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെ, പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. Nowadays, the shape of the earth is quite evident from the satellite image. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് സാറ്റലൈറ്റിന്റെ ഇമേജിൽ നമുക്ക് ഭൂമിയുടെ എർത്തിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, അല്ലെ. ഹൗ ബിഗ് ദ എർത്ത് ഈസ്, എത്രത്തോളമാണ് ഈ ഒരു എർത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്? എങ്ങനെയാണ് നമുക്ക് അളക്കാൻ പറ്റുക? നമുക്കിപ്പോൾ നമ്മളുടെ സ്കൂളിൽ നിന്നും ഹോമിലേക്കുള്ള നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് അളക്കാൻ പറ്റും, അല്ലെങ്കിലോ നമുക്ക് ഡിസ്റ്റൻസ്, നമുക്ക് എത്ര നടക്കാൻ പറ്റും, ഡിസ്റ്റൻസ് ഓൺ ഫുട്ട്. പിന്നെ ഒരു ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നും ഹോമിലേക്ക്, വീട്ടിലേക്കുള്ള ദൂരം നമുക്ക് നടന്നു പോകാൻ കഴിയുമായിരിക്കും, അല്ലെ. Do you know how long it took Jean Beliveau, the Canadian explorer, to trek and sail round the world? നിങ്ങൾക്കറിയാമോ ജീൻ ബെലിവിയോ എന്ന കനേഡിയൻ എക്സ്പ്ലോറർ വേൾഡ് ചുറ്റാൻ വേണ്ടിയിട്ട് ട്രക്കിങ്ങും അതുപോലെ തന്നെ സെയിലിംഗും ഒക്കെ ചെയ്ത വർഷം എത്രയാണെന്ന്? About 11 years. 11 വർഷം എടുത്തു അദ്ദേഹത്തിന് ആ ഒരു വേൾഡ് ചുറ്റി വരാൻ. Now, can you imagine how big the earth is? അപ്പൊ നിങ്ങൾക്ക് എത്ര വലുതാണ് നമ്മുടെ ഭൂമി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? The circumference of the sphere on which we live is about 40,000 kilometer. ഈ ഒരു സർക്കംഫറൻസ് എന്ന് പറഞ്ഞ സർക്കംഫറൻസ്, അതായത് ഈ ഒരു സ്ഫിയറിന്റെ ആ ഒരു സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40,000 കിലോമീറ്റർ എന്നാണ് പറയുന്നത് കേട്ടോ. Where on earth am I? എർത്തില് എവിടെയാണ് നമ്മൾ? എവിടെയാണ് നമ്മളിപ്പോ ഇന്ത്യ, കേരള അങ്ങനെയൊക്കെ പറയും, അല്ലെ. പക്ഷേ
എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? അത് മെഷർമെന്റിലൂടെയാണ് അത് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോ സൈസ് ഓഫ് ദി എർത്ത് ഫസ്റ്റ് പ്രൂവ് ചെയ്തത് ആരാണ്? ഗ്രീക്ക് ഫിലോസഫർ ഇറാറ്റോസ്തീൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ് ആദ്യത്തെ സർക്കംഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തത്. 2,50,000 സ്റ്റേഡിയ എന്നുള്ള ഒരു യൂണിറ്റ് ആണ്, ആ ഒരു സർക്കംഫറൻസ് ആണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ലേറ്റർ നമ്മൾ പറഞ്ഞു അല്ലേ, 4 lakhs എന്നുള്ളത് 4,50,000 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 40,000 കിലോമീറ്റർ ആണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞത് അല്ലേ. ലെറ്റ് us play and learn എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് നോക്കാം. ഹൗ ക്യാൻ യു ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ ഓഫ് ദ പിക്ചർ പേസ്റ്റഡ് ഓൺ ഇറ്റ്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഈ ഒരു പിക്ചർ എങ്ങനെയാണ് നമ്മൾ പറയുക? അറ്റ് ദ ടോപ്പ് ആണോ, അറ്റ് ദ ബോട്ടം ആണോ, ഇൻ ദ മിഡിൽ ആണോ, അലോങ് ദ എഡ്ജ് എന്നാണോ പറയുക? എങ്ങനെയാണ് പറയുന്നത്? നമുക്കിതൊക്കെ ഈ ആൻസർ എല്ലാം തെറ്റാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലേസ് കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ലൈൻസ് ഓൺ എർത്ത്. എങ്ങനെയാണ്? ദ ലൊക്കേഷൻ ഓഫ് എനി റീജിയൻ ഓൺ ദി എർത്ത് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ സച്ച് ലൈൻസ്. കണ്ടോ, ഈ ഒരു ഗ്ലോബിൽ നോക്കൂ, ഒരുപാട് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ these lines are drawn at exact angular measurements on the spherical surface. ഈ ഒരു spherical surfaceൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ലൈൻസ് മെഷർ ചെയ്തതിന് ശേഷമാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ലൈൻസിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ഓക്കെ, വെർട്ടിക്കൽ താഴോട്ട് ഇങ്ങനെ വരുന്ന ലൈൻസ് ഉണ്ടല്ലോ, താഴോട്ട് വരുന്ന ലൈൻസിനെയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസോ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇങ്ങനെ നേരെ പോകുന്ന ലൈൻ ഉണ്ടല്ലോ, അങ്ങനെ വരയ്ക്കുന്നതിനെയാണ്, അങ്ങനത്തെ ലൈൻസിനെയാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻസ് ഒക്കെ ലാറ്റിറ്റ്യൂഡ്സ് ആയാലും ലോഞ്ചിറ്റ്യൂഡ്സ് ആയാലും അതൊക്കെ എന്താണ്, ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനത്തെ വരകളൊന്നും ഇല്ല, പക്ഷേ നമ്മളത് ഇമാജിനേഷൻ, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു പ്ലേസിന്റെ അതൊക്കെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്ന ആ ഒരു ഇമാജിനറി ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് ആണ്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് ആണ്, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ലാറ്റിറ്റ്യൂഡ് ഈസ് ദി ആംഗുലർ ഡിസ്റ്റൻസ് ടു എനി പോയിന്റ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഫ്രം ദ സെന്റർ. ഈ ഒരു സെന്ററിൽ നിന്നും ഉള്ള എർത്തിലേക്കുള്ള ബാക്കിയുള്ള ഓരോ പോയിന്റിലേക്കുള്ള ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് latitude എന്ന് പറയുന്നത്. By joining the same angular distance we get the lines of longitude. ഒരേ ആംഗിളിലുള്ള ഡിസ്റ്റൻസസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് കിട്ടും. അടുത്ത നമുക്ക് ആക്സിസ് എന്താണെന്ന് നോക്കാം. Insert a straight pole through the center of the ball. Let it spin. The pole is the axis of the ball. Okay. ആ ഒരു സ്ട്രെയിറ്റ് പോൾ സെൻറ്റർ, ബോളിന്റെ ആ ഒരു സെന്ററിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ അതിങ്ങനെ ചുറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു പോളിനെയാണ് എന്ത് പറയുന്നത്, ബോളിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഇതേപോലെ എർത്തിലൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് പോൾ ആണ്, സെന്റർ ഓഫ് ദി എർത്തിൽ കൂടെ പോകുന്ന ഒരു സ്ട്രെയിറ്റ് പോൾ ആണ് എന്ത് പറയുന്നത്, ആക്സിസ് എന്ന് പറയുന്നത്. ദിസ് ഇമാജിനറി ലൈൻ ഈസ് ദി ആക്സിസ് ഓഫ് ദി എർത്ത്. ഈ ഇമാജിനറി ലൈനിനെയാണ് എർത്തിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ദി എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ടിൽറ്റഡ് ആക്സിസ്. ഈ ഒരു എർത്ത് അതിന്റെ ചരിഞ്ഞിട്ട്, കണ്ടോ ചെറുതായിട്ടൊരു ചരിവുണ്ട് അല്ലെ, ആ ഒരു ചരിവിലൂടെയാണ് ഈ ഒരു എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Let us draw the latitudes. അപ്പോൾ ഇതുപോലെ ലാറ്റിറ്റ്യൂഡ്സ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലേ, 10, 15, 30, 45, 60, 75, 90 എന്ന് പറഞ്ഞിട്ടുള്ള ആംഗിൾസിലൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാറ്റിറ്റ്യൂഡ്സ് കിട്ടും. Observe the globe. You can see the size of the circles decreases with their positions away from the center. അതായത് ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു സർക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് സെന്ററിനേക്കാൾ കുറവാണ് മുകളിലേക്കും താഴോട്ടും പോകുമ്പോൾ അല്ലെ. The latitudinal line along the middle of the globe. The latitudinal line
along the middle of the globe is the longest one. അപ്പൊ ഏത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻ ആണ് ലോങ്സ്റ്റ് ആയിട്ടുള്ളത്? ആ മിഡിലിലൂടെ അല്ലെ, മിഡിൽ ഓഫ് ദി ഗ്ലോബ്, ഗ്ലോബിന്റെ ഏറ്റവും നടുവിൽ വരുന്ന ആ ഒരു ലൈനാണ് ലോങ്സ്റ്റ് ലൈനായിട്ട് പറയുന്നത്. ദിസ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് കോൾഡ് ദ ഇക്വേറ്റർ. അപ്പോൾ വാട്ട് ഈസ് ഇക്വേറ്റർ? ദ ലൈൻ അലോങ് ദ മിഡിൽ ഓഫ് ദി ഗ്ലോബ് ഈസ് കോൾഡ് ദ ഇക്വേറ്റർ. അല്ലേ, നടുവിൽ വരുന്ന ആ ഒരു ലൈനിനെയാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ദി ആംഗുലാർ മെഷർമെന്റ് ഓഫ് ദി ഇക്വേറ്റർ ഈസ് 0 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ഇക്വേറ്ററിന്റെ ആംഗുലാർ മെഷർമെന്റ് എത്രയാണെന്ന് പറയുന്നത്? 0 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ്സ് നോക്കൂ, 90 ഡിഗ്രി നോർത്ത്, 90 ഡിഗ്രി സൗത്ത്. അപ്പോൾ 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തിനെയാണ് എന്ത് പറയുന്നത്? These points are called the north and south poles respectively. നോർത്തിലുള്ളതിനെ നോർത്ത് പോൾ എന്നും സൗത്തിലുള്ളതിനെ സൗത്ത് പോൾ എന്നും പറയും. All the other lines of latitudes are circles drawn parallel to the equator. ബാക്കി എല്ലാ ലൈൻസും പാരലൽ ആയിട്ടാണ്, ഇക്വേറ്ററിന് പാരലൽ ആയിട്ട്. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ കൂട്ടിമുട്ടില്ല അല്ലെ, അങ്ങനത്തെ വരയ്ക്കുന്ന ലൈൻസിനെയാണ് പറയുന്നത് പാരലൽ ലൈൻസ്. അപ്പൊ ബാക്കിയുള്ള എല്ലാ ലൈൻസും എന്താണ്? ഇക്വേറ്ററിന് പാരലൽ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഓൾ ദ ലൈൻസ്, ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഡ്രോ പാരലൽ ടു ദ ഇക്വേറ്റർ. അപ്പൊ ഇതില് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഡിവൈഡിങ് എർത്ത് ഇൻടു ടു അല്ലെ, രണ്ടെണ്ണായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു ഇക്വേറ്റർ ആണ്. അടുത്തതോ? അടുത്തത് ഏതാണ് വരുന്നത്? ഹെമിസ്ഫിയർ ടു ദ നോർത്ത് ഓഫ് ഇക്വേറ്റർ. നോർത്ത് ഏതാണ്? ഇത് അല്ലെ. അടുത്തത് ഹെമിസ്ഫിയർ ടു ദ സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ. സൗത്ത് താഴെ. പിന്നെ ദ ബിഗസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ബിഗസ്റ്റ് സർക്കിൾ ഏതാണ്? ഈ ഒരു ഇക്വേറ്ററിനെയാണ് ബിഗസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേറ്ററിനെയാണ് ബിഗസ്റ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് നോക്കാം. സീ ദ ലൈൻസ് കണക്ടിങ് ബോത്ത് ദ പോൾസ് ഓഫ് ദി ഗ്ലോബ്. മേലെ അല്ലെ, നോർത്ത് പോളും സൗത്ത് പോളും കണ്ടില്ലേ? നോർത്ത് പോളും സൗത്ത് പോളും കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് എന്ത് പറയുന്നത്? യെസ്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ കർവ്ഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസിനെയാണ്, കർവ്ഡ് ലൈൻസിനെയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ കർവ്ഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, അടുത്തത് ഡ്രോ എ ലൈൻ കണക്ടിങ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓൺ ദ സെയിം ബോൾ ഓൺ വിച്ച് ദ ലാറ്റിറ്റ്യൂഡ്സ് ആർ ഡ്രോൺ. അപ്പൊ നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് വരച്ചു അല്ലേ, അതേപോലെ തന്നെ ആ ഒരു ബോളിൽ തന്നെ മുകളിൽ നോർത്തും താഴെ സൗത്ത് പോളും വരയ്ക്കുക. ഓക്കെ, ഡ്രോ എ ലൈൻ കണക്ടിങ്. അതിൽ നോർത്ത് പോളും സൗത്ത് പോളും. അതായത് നോർത്ത് പോൾ, അതായത് ഇതാണ് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. എങ്ങനെയായിരിക്കണം? the line passes through the perpendicular of the equator. ഇതാണ് ഇക്വേറ്റർ. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്, 90 ഡിഗ്രി ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? കട്ട് ദ ബോൾ ഓൺ ടു 2 ഈക്വൽ ഹാഫ്സ്. ബോള് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് മുറിക്കണം. Considering the line you have drawn as 0 degree, mark the angular distances towards the left and right using a protractor. ഒരു protractor ഉപയോഗിച്ചിട്ട് angular distance measure ചെയ്യാം. Okay, join each angular distance to the poles by striking dots on the ball. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യുക. ആംഗുലാർ ഡിസ്റ്റൻസിൽ നിന്ന് ഓരോ ഡോട്ട് ഇട്ടിട്ട് അതിൽ ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഓരോ ലൈൻസ് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കണം. റീജോയിൻ ദ ടു ഹാഫ്സ്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ, ആ രണ്ട് ഹാഫും കൂടി റീജോയിൻ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ സ്ഫിയർ വിത്ത് കർവ്ഡ് ലൈൻസ് കണക്ടിങ് ബോത്ത് ദ പോൾസ്. അതായത് എന്ത് കിട്ടും? ഒരു സ്ഫിയർ കിട്ടും, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അത് കിട്ടും അല്ലെ, ഒരു സ്ഫിയർ കിട്ടും. അതിന് കർവ്ഡ് ലൈൻസ്, ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ലൈൻസ്, രണ്ട് പോൾസിൽ നിന്നും വളഞ്ഞിട്ടുള്ള പിക്ചറിൽ കാണുന്ന പോലെ ആ ഒരു ലൈൻസ് ഇങ്ങനെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ദീസ് ലൈൻസ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പൊ ഈ ലൈൻസിനെയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പോൾ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഓക്കെ,
അടുത്തത് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ആംഗുലാർ ഡിസ്റ്റൻസസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഈ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഡിസ്റ്റൻസസ് ആണ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. സ്റ്റാൻഡേർഡ് മെറിഡിയന്റെ ഈസ്റ്റിലും വെസ്റ്റിലും ഉള്ള ആംഗുലാർ ഡിസ്റ്റൻസസ് ആണ് ഈ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഇമാജിനറി ലൈൻസ് കണക്ടിങ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് വിത്ത് റെഫറൻസ് ടു ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ലോഞ്ചിറ്റ്യൂഡ്സ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇമാജിനറി ലൈൻസ് ആണ്. ഇത് ശരിക്കുള്ള ലൈൻസ് ആണോ? അല്ല, അതൊരു ഇമാജിനറി ലൈൻസ് ആണ്. കണക്ടിങ് ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ്, ഒരേ ആംഗുലാർ ഡിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന ഈ സ്റ്റാൻഡേർഡ് മെറിഡിയനെ റെഫറൻസ് ആയിട്ട് കേട്ടോ, സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഉള്ള ലൈൻസ് കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻസിനെയാണ് എന്ത് പറയുന്നത്? ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. All the lines of longitude converge at both the poles. എല്ലാ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സും ഒരു പോളിൽ, അതായത് നോർത്ത് പോളിലും സൗത്ത് പോളിലും ഒരു പോളിലേക്കാണ് കൺവേർജ് ചെയ്യുക. കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഇങ്ങനെ കണ്ടോ, എല്ലാ ലൈൻസും വന്ന് കൂടിച്ചേരുന്ന ഒരു സ്ഥലം അല്ലെ, നോർത്ത് പോളും അല്ലെ ഒരു പോളിൽ നിന്നാണ് വരുന്നത്. അടുത്തത് എങ്ങനെയായിരിക്കും? ഇതാ ഇങ്ങനെ വന്നിട്ട് എന്താ സംഭവിക്കുക? ഒരു പോയിന്റിൽ വന്നിട്ട് അത് കൺവേർജ് ചെയ്യും. കണ്ടോ, ഒരു പോയിന്റിൽ വന്നിട്ട് നോർത്ത് പോളിലും സൗത്ത് പോളിലും വന്ന് കൺവേർജ് ചെയ്യും. ഓക്കെ, ഇത് നേരെ തിരിച്ചാണ് വരയ്ക്കേണ്ടത് കേട്ടോ, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഇതിൽ നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് പറഞ്ഞ എങ്ങനെയാണ്? അത് പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആണ് അല്ലെ, കൂട്ടിമുട്ടില്ല. പക്ഷെ ഇതിങ്ങനെ കൂട്ടിമുട്ടും, ഒരു പോയിന്റിലേക്ക് അത് കൺവേർജ് ചെയ്യും എന്നാണ് പറയുന്നത്. There are 180 degrees of longitudes on either side of the standard meridian. Standard meridianലെ രണ്ട് സൈഡിലും എത്ര ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്? 180 ഡിഗ്രീസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് ഉള്ളത്. അടുത്ത ടോപ്പിക് ഡേ ആൻഡ് നൈറ്റ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഇതിൽ എന്താണ് കാണുന്നത്? യെസ്, അലീന ആൻഡ് അമ്മു ആർ two children living at places located on almost opposite faces of the earth. അലീനയും അമ്മുവും എർത്തിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ, ഓപ്പോസിറ്റ് ഫേസസിലാണ് താമസിക്കുന്നത്. അലീന ലിവ്സ് ഇൻ കാലിഫോർണിയ ഇൻ ദ USA ആൻഡ് അമ്മു ലിവ്സ് ഇൻ കേരള. അലീന എവിടെയാണ്? USA-യിലാണ് താമസിക്കുന്നത്. അമ്മു കേരളയിലാണ് താമസിക്കുന്നത്. From the globe, you can understand that these places are located on the opposite faces of the earth. ഈ ഒരു ഗ്ലോബിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓപ്പോസിറ്റ് പ്ലേസസിലാണ് അല്ലെ, ഓപ്പോസിറ്റ് ഫേസസിലാണ് ഇവർ താമസിക്കുന്നത്. എർത്തിന്റെ അപ്പുറം ഇപ്പുറം ഉള്ള പ്ലേസസിലാണ് താമസിക്കുന്നത്. While Ammu go to school in the morning, അമ്മു രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അലീന is sleeping at night. അലീന ഉറങ്ങുകയായിരിക്കും. പക്ഷെ അലീന goes to school in the morning. അലീന സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ it will be night at Ammu's place. അമ്മുവിന്റെ പ്ലേസിൽ നൈറ്റ് ആയിരിക്കും. When it is day on one face of the earth, the opposite face experiences night. ഒരു സമയത്ത് ഒരു ഫേസിൽ രാവിലെ ആണെങ്കിൽ ഒരു ഫേസിൽ നൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഡേയും നൈറ്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എങ്ങനെയാണ്? എർത്തിന്റെ റൊട്ടേഷൻ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡേയും നൈറ്റ് ഒക്കെ സംഭവിക്കുന്നത്. സോ ഇവിടെ നോക്കൂ, as shown in the picture, place a globe against any source of light. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഗ്ലോബ് എടുത്തിട്ട് ഇതേപോലെ ഒരു സൈഡിൽ നിന്നും ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. ഒരു സൈഡിലെ ലൈറ്റും ഈ സൈഡിലെ ഡാർക്കും അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെയാണ് അമ്മുവിന്റെ പ്ലേസിലെ ലൈറ്റ് ആണെങ്കിൽ അലീനയുടെ പ്ലേസിൽ ഡാർക്ക് ആയിരിക്കും. ഓക്കെ, നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സൺലൈറ്റിന്റെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പതിക്കുന്ന ആ ഒരു സൺലൈറ്റിന്റെ ഇതനുസരിച്ചിരിക്കും ഡേയും നൈറ്റും ഒക്കെ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, it is in the same manner that the day and night occurs on the earth. എർത്തിൽ ഡേയും നൈറ്റും ഒക്കെ ഇതേപോലെ തന്നെയാണ് നടക്കുന്നത്. എങ്ങനെയാണ്? നമ്മൾ ടോർച്ച് അടിച്ചപ്പോൾ അത് ആ ഒരു ലൈറ്റ് ഇതുണ്ടല്ലോ, അത് നമ്മൾ എന്താക്കി മാറ്റും? സണ്ണാക്കി മാറ്റും. ഓക്കെ, ഗ്ലോബ് നമ്മൾ എർത്ത് ആവും, അതുപോലെ തന്നെ ആ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് സൺ ആവും.
നമുക്കറിയാം the shape of the earth is spherical shape ആണ് അല്ലേ എർത്തിന്റെ, and that it spins on its own axis. അത് അതിന്റെ അച്ചുതണ്ടിൽ അല്ലെങ്കിൽ ആക്സിസിൽ ചുറ്റും കറങ്ങാണ് ചെയ്യുന്നത്. The spinning of the earth on its own axis is called rotation. ആ ഒരു എർത്തിന്റെ സ്പിന്നിങ്ങിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എർത്ത് ഇങ്ങനെ കിടന്ന് തിരിയുന്നില്ലേ ആ ഒരു ആക്സിസിൽ, അതിനെ പറയുന്ന പേരാണ് റൊട്ടേഷൻ. ഓക്കെ. The part of the earth facing the sun due to rotation gets illuminated and experiences day. അതായത് എർത്തിന്റെ ആ ഒരു പാർട്ട്, സണ്ണിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു പാർട്ട് അത് പ്രകാശിക്കും അല്ലെ, illuminated and experiences day. രാവിലെ എക്സ്പീരിയൻസ് ചെയ്യും, നമുക്ക് ലൈറ്റ് കൊണ്ട് തന്നെ അതിൽ രാവിലെ ആയിട്ട് ഫീൽ ചെയ്യും. As the opposite face does not get sunlight. തൊട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ സൺലൈറ്റ് ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നൈറ്റ് ആയിരിക്കും. Day and night is experienced one after the other due to the rotation of the earth. ഡേയും നൈറ്റും എക്സ്പീരിയൻസ്ഡ് വൺ ആഫ്റ്റർ ദി, ഒന്നിന് പുറകെ ഒന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. എർത്തിന്റെ റൊട്ടേഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. The earth takes 24 hours to complete one rotation. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? 24 hours ആണ് എടുക്കുന്നത്. അതാണ് നമ്മൾ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ ഡേ, അതാണ് നമ്മൾ ഒരു ദിവസമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതൊരു വർക്ക്ഷീറ്റ് ആണ്. ഇതിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? സൺലൈറ്റ് വരുന്ന ഭാഗം നിങ്ങൾ ക്രയോൺ കൊണ്ട്, യെല്ലോ ക്രയോൺ കൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡാർക്ക് സൺലൈറ്റ് പതിക്കാത്ത സ്ഥലം എന്ത് ചെയ്യണം? ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഒന്ന് ക്രയോൺ കൊണ്ട് ഒന്ന് കളർ കൊടുക്കുക കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം സൺറൈസും സൺസെറ്റും എങ്ങനെയാണ് വരുന്നത് എന്ന്. The change in position of sun is experienced due to the rotation of earth. അതായത് ചില സമയത്ത് സണ്ണ് ഒരു സൈഡിലാണെങ്കിൽ മറ്റേ സൈഡിൽ ഡാർക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്? സണ്ണിന്റെ പൊസിഷൻ എങ്ങനെയാണ് മാറുന്നത്? സണ്ണാണോ തിരിയുന്നത്? നോ, എർത്ത് ആണ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് ആരാണ്? എർത്ത് ആണ്. അപ്പോ ഇതേപോലെ തന്നെ നമ്മൾ it is because of the rotation of the earth from west to east that the sun seems to rise in the east and set in the west. ഈ ഒരു റൊട്ടേഷൻ കൊണ്ട്, എർത്തിന്റെ റൊട്ടേഷൻ എങ്ങനെയാണ്? എർത്തിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലായതുകൊണ്ടാണ് സണ്ണ് ഈസ്റ്റിൽ നിന്നും റൈസ് ചെയ്തിട്ട് വെസ്റ്റിൽ സെറ്റ് ചെയ്യുന്നത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ ഡസ് വി ഫീൽ ദാറ്റ് സൺ റൈസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ് ഇൻ ദ വെസ്റ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? It is because of the rotation of the earth from west to east that the sun seems to rise in the east and set in the west. അടുത്തത് ചേഞ്ചിങ് സീസൺസും ഇതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ചേഞ്ചിങ് സീസൺസിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ റൊട്ടേഷൻ ആക്സിസിൽ റൊട്ടേഷൻ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ എർത്ത് ഓൾസോ മൂവ്സ് അറൌണ്ട് ദ സൺ അല്ലെ. എർത്ത് സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് റെവല്യൂഷൻ. ദ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. അപ്പോൾ ഒരു വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഏത് സീസൺസ് ഒക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? റെയിനി സീസൺ വരും അല്ലെ. റീ ഓപ്പണിംഗ് ഓഫ് ദ സ്കൂൾ, ഓപ്പണിംഗ് ഓഫ് ദ സ്കൂൾസ് സമയത്ത് റെയിനി സീസൺ സംഭവിക്കും. അടുത്തത് ഇന്റർമീഡിയറ്റ് റെയിൻ കണ്ടിന്യൂസ് ഫോർ 4 to 5 months. 4-5 മാസം ഇതേപോലെ ഇങ്ങനെ എന്തുണ്ടാവും? അതിനുശേഷം എന്ത് സംഭവിക്കും? then gradually it grows cold. കുറച്ച് കഴിഞ്ഞാൽ തണുപ്പായി തുടങ്ങും അല്ലേ. after that it becomes hot. നന്നായിട്ട് ചൂടാവാൻ തുടങ്ങും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ some trees shed their leaves, bear fruits and flowers. കുറച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ അങ്ങനെ കൊഴിഞ്ഞു തുടങ്ങും. പിന്നെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി തുടങ്ങും. അപ്പൊ ഇതുപോലെ ഈ സീസൺസ് ഒക്കെ ഇങ്ങനെ വരാൻ കാരണം എന്താണ്? റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. എർത്തിന്റെ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ചുറ്റുമുള്ള ആ ഒരു മൂവ്മെന്റിനെ പറയുന്ന പേരാണ് റെവല്യൂഷൻ. Do you know how long it takes for the earth to complete one revolution around the sun? നിങ്ങൾക്കറിയാമോ എർത്ത്
എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ടൈമാണ് റെവല്യൂഷന് വേണ്ടിയിട്ട് സണ്ണിന്റെ ചുറ്റും റിവോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എത്രയാണ്? 365 and 1/4 days. 365 ദിവസമാണ് സണ്ണിന് ചുറ്റും എർത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എർത്തിന്റെ ആ ഒരു റൊട്ടേഷൻ അല്ലെ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലെ. അതാണ് നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നത്. ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ ഇയർ. ഒരു വർഷമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈമാണ്. Do you know the average speed of an aeroplane? ഒരു എയ്റോപ്ലെയിന്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 560 കിലോമീറ്റർ പെർ അവർ. ഒരു അവറിൽ 560 കിലോമീറ്റർ ആണ് എയ്റോപ്ലെയിന്റെ ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ദ സ്പീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി എർത്തിന്റെ ചുറ്റും സണ്ണിന്റെ ചുറ്റും എർത്ത് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 96,000 കിലോമീറ്റർ പെർ അവർ. 96,000 കിലോമീറ്റർ പെർ ഹവർ ആണ് എടുക്കുന്നത്. ഓക്കെ, അടുത്ത എന്താണ് ലീപ്പ് ഇയർ എന്ന് നോക്കാം. ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ ദി എർത്ത് ടേക്സ് 365 and 1/4 days. നമ്മൾ പറഞ്ഞു അല്ലേ, എർത്ത് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും? 365 and 1/4 days. But a year normally has 365 days. പക്ഷേ ഒരു വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ എത്രയാണ്? 365 days ആണുള്ളത്. The remaining 1/4 part of the day will be considered as a full day once in every 4 years. ഓരോ 4 വർഷം കൂടുമ്പോഴും ഈ ബാക്കിയുള്ള ഈ ഒരു 1/4 ഉണ്ടല്ലോ, 1/4 plus 1/4 plus 1/4 plus 1/4 എന്ന് പറഞ്ഞാൽ 4 1/4 ചേർന്നാൽ ഒരു 1 day ആണ് കൺസിഡർ ചെയ്യുന്നത് ഓരോ 4 വർഷം കൂടുമ്പോൾ ട്ടോ. Thus every 4th year has 366 days. ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് സംഭവിക്കും? ഒരു ദിവസം കൂടും. അപ്പോൾ ഒരു 4 വർഷം കൂടുമ്പോഴും 366 days ആണ് വരുന്നത്. ആ ഒരു ഇയറിനെ പറയുന്നതാണ് ലീപ്പ് ഇയർ. ആ ഒരു വർഷത്തെ പറയുന്നതാണ് ലീപ്പ് ഇയർ. ഈ 366 days ഉണ്ടാവുന്ന ആ ഒരു വർഷത്തെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്, ഈ ഒരു ചാപ്റ്റർ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. അതിന്റെ ഓരോ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു പോവാട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ട് വേണം. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.